കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാസിനോയിലൊക്കെ പോയിട്ട് വന്നത് ഏകദേശം ഒരു 3 മണി 3:30 ആയപ്പോഴാണ് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴേക്കും പിള്ളേരൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട്. പിള്ളേരും പപ്പയും മമ്മിയൊക്കെ കൂടിയിട്ട് റൂമിൽ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയി ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വാട്ടർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നനഞ്ഞ സാധനങ്ങളെല്ലാം അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ എഴുന്നേറ്റത് തന്നെ അതുകൊണ്ട് തന്നെ അറിയാലോ, നമ്മൾ ലേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ലേറ്റ് ആയിട്ട് നല്ല രാവിലെ 7 കിടന്ന് ഉറങ്ങി തന്നെ. അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുന്നേറ്റതും. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യേണ്ട ദിവസം കൂടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് റെഡിയായി എല്ലാം ഒന്ന് സെറ്റായി. നമ്മുടെ എന്താ പറയുക, ലഗേജും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി എന്താ പറയുക, നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ലല്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കി വെക്കാനായിട്ട്. പിന്നെ അതെല്ലാം എടുത്ത് നമ്മൾ പെട്ടെന്ന് എല്ലാം സെറ്റാക്കി വേഗം വണ്ടി കയറി പോകാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒക്ലഹോമയിലാണ്. ഒക്ലഹോമയിൽ നിന്ന് നമ്മൾ അടുത്തൊരു ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാനൊരു ഇൻട്രോ പോലെ തരുവാണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് US-ലാണ്. നമ്മൾ ആക്ച്വലി ബേസ് ചെയ്തിരിക്കുന്നത് UK-ലാണ്. US-ൽ നമ്മൾ ഫാമിലി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഫാമിലി എല്ലാവരും കൂടി ഒരു 10 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ ആ ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒക്ലഹോമയിലായിരുന്നു. അവിടെ നമ്മളിതാ ഇപ്പോൾ ഡാലസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ്, സാധാരണ നമ്മളൊരു 10 മണിക്ക് ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് ഇത്തിരി ലേറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അവിടുത്തെ ഇന്ന് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ആൻറ്റിമാരൊക്കെ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഡാലസിൽ. അപ്പം നമ്മൾ ഇന്ന് നേരെ അവരെ എല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പ്രൈവസിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ പോയി സച്ച് കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ട് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചല്ല, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഡാലസിലുള്ള റൂമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ വന്നു നമ്മൾ ഏകദേശം എത്തിയപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. വലിയ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ബോറടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഹോട്ടലിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കി. ഓൾറെഡി എല്ലാവരും ടയേർഡായിരുന്നു. ഈ പറഞ്ഞ പോലെ വെളുപ്പിനെല്ലാം നമ്മൾ എത്തി ഒക്കെ ചെയ്ത് നമ്മുടെ റൂമിൻ്റെ പുറത്ത് തന്നെ കോസ്കോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരെ അവിടുത്തെ പൂളിലേക്കൊന്ന് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് പൂളിലോട്ടൊന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി റെഡി ആവുമായിരുന്നു. അതായത് പൂളിൽ പിള്ളേരും ചേട്ടനും സനയും അതുപോലെ തന്നെ പപ്പയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അവരെല്ലാവരും കൂടി പൂളിൽ പോയി അവിടെ എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോവാണ്. നല്ല നല്ല പൂളായിരുന്നു. ആക്ച്വലി ഞാനത് കണ്ടിട്ടുണ്ടാവില്ല, ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും ഇപ്പോൾ ആക്ച്വലി ഈ പൂള് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി പൂളിലെ ആക്ടിവിറ്റീസ് എല്ലാം അവർക്ക് വെറുതെ വീട്ടിൽ റൂമിലിരിക്കുമ്പോൾ നമുക്കും ബോറല്ലേ, ഫുൾ ടൈം ഈ TV വെച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എത്ര ഈ പറഞ്ഞ പോലെ വെള്ളം എത്ര കണ്ടാലും മടുക്കില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് വാട്ടറിൽ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വാട്ടറിൽ ഇരുന്ന് അങ്ങനെ ബോറടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അടുത്ത ദിവസം വെള്ളമാണെങ്കിലും ഇനി അടുത്ത ദിവസം വെള്ളമാണെങ്കിലും അവർ ഹാപ്പി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിനകത്ത് അവർ ഫുള്ള് സെറ്റപ്പായിട്ട് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ സമയത്ത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാനും ചേച്ചി മമ്മിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പെട്ടെന്നാണ് നമ്മൾ ലേറ്റ് ആയിട്ട് എണീക്കുക എല്ലാം ചെയ്തുകൊണ്ട് പെട്ടിയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നുമില്ല. എല്ലാം കൂടി കുത്തിത്തിരികി നനഞ്ഞ കുറേ തുണികളുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം വാട്ടർ ആക്ടിവിറ്റീസിൽ പോയതും എല്ലാം കൂടിയിട്ട് ആകെ നനഞ്ഞ തുണികളും ഒന്നും അങ്ങനെ ഉണക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ ആക്ച്വലി അവിടെ ഇരുന്നിട്ട് പെട്ടിയൊക്കെ ഒന്ന് ഒതുക്കലും നനഞ്ഞ തുണികളൊക്കെ ഒന്ന് അവിടെ തന്നെ ഒന്ന് വിരിച്ചിടാനും. നമ്മൾ ലോണ്ട്രി അന്വേഷിച്ചപ്പോൾ ലോണ്ട്രി അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള രീതിയിൽ നമുക്ക് അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ വിരിച്ചിടും പെട്ടി ഒന്ന് ഒതുക്കും ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ വീടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പോൾ അവിടെ എങ്ങനെ ഉണക്കാലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പറ്റുന്നതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നനഞ്ഞ തുണികൾ വേറെ, കഴുകാനുള്ള തുണികൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചു. സ്വിമ്മിംഗ് പഠിച്ചതിന്റെ ഭാഗമായിട്ട് കുറേ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ അതിനകത്തൊക്കെ സെറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ വക ആക്ടിവിറ്റീസുകളും അവർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ചാടിയും മറിഞ്ഞും എല്ലാം. പിള്ളേർക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ റൂമിൽ വന്ന് ആകെ മൊത്തം ബഹളമായിരുന്നു. ഈ പറഞ്ഞ പോലെ നനഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കതാണ് ഏറ്റവും ഈ വാട്ടർ ആക്ടിവിറ്റീസിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം നനയുന്നതല്ല, വെള്ളം നനഞ്ഞ് കഴിഞ്ഞ് വരുന്ന വരവുണ്ടല്ലോ, അതാണ് എനിക്ക് ഭ്രാന്ത് വരും. അയ്യോ ഇനി ഈ തുണികളൊക്കെ ഉണക്കുന്നത്, കുളിപ്പിച്ചെടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ ഒന്നും വേണ്ട വെള്ളം അങ്ങനെ തോന്നുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്ക്. ഇപ്പം എല്ലാവരുടെ അവസ്ഥയല്ല, എൻ്റെയാണ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ നേരെ വന്ന് റൂമിൽ വന്ന് എല്ലാം ഒന്ന് റെഡി ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം എടുത്തത് സനോയാണ് കേട്ടോ. അതുകൊണ്ടാണ് സനോവിനെ അവിടെ കാണാത്തത്. നമ്മൾ താമസിക്കുന്നതിന് നേരെ കോസ്കോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഇരുട്ടാവുന്നത് പതുക്കെയായിരുന്നു കേട്ടോ നമ്മൾ ആ പോയ സമയത്ത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരൊറ്റ റൂമിൽ ഇങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു. കൂടിയിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കലായിരുന്നു. ഇങ്ങനെ വട്ടം ചുറ്റിയിരിക്കുന്ന, ഞാൻ പിള്ളേരുടെ കൂടെ ഗെയിം കളിക്കാൻ കൂടി. വട്ടം ചുറ്റിയിരിക്കുന്ന കണ്ട് വെറുതെ വർത്താനം പറഞ്ഞില്ല, ഞങ്ങൾ നമ്പർ ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു. നമ്പർ ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുക വോയിസ് അവിടെ വരാത്തത് കൊണ്ട്.
അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഔട്ടായി ഇരിക്കുന്നു, ബാക്കിയുള്ളവർ കളിക്കുന്നു, അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി കളിക്കാനായിട്ട് രസമായിരുന്നു. അപ്പം അങ്ങനെ അതിനകത്ത് ഇൻവോൾവ് ആയി. കുറച്ച് നമ്പർ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് പിന്നെ അടുത്തതിലേക്കൊക്കെ നമ്മൾ പോകും കേട്ടോ. ഈ സമയത്ത് പപ്പയ്ക്കാണെങ്കിൽ കൈ ഇങ്ങനെ ചെറുതായിട്ട് ഒഴുക്കിയ പോലെ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ ഇങ്ങനെ ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ പരട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ, ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് നമ്മൾ പിസ്സ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടിയിട്ടുള്ള വെയിറ്റിങ്ങും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഈ പറഞ്ഞ പോലെ ഡബിൾസും എല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിസ്സ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിസ്സ എല്ലാം വാങ്ങി കഴിച്ചു. ചിക്കനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. ആക്ച്വലി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറേ നേരം അതെല്ലാം കഴിഞ്ഞ് പിള്ളേർ ഉറങ്ങിയിട്ട് പിള്ളേരെല്ലാവരും കൂടിയിട്ട് കാർഡ്സ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും സനവും ചേട്ടനും ചേച്ചിയും പിള്ളേരെല്ലാവരും കൂടിയിട്ട് കാർഡ്സ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും ബൈ.